നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. മാങ്ങ പച്ചടി, പച്ചമാങ്ങ കൊണ്ടുള്ള പച്ചടി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പച്ചമാങ്ങ തൊലി കളഞ്ഞ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം. ചെറിയ ഉള്ളി വട്ടത്തിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 8 എണ്ണം. പച്ചമുളക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 3 എണ്ണം. കറിവേപ്പില 3 തണ്ട്. കടുക് 1/4 ടീസ്പൂൺ. പച്ചക്കടുക് ചതച്ചത് 1/2 ടീസ്പൂൺ. വറ്റൽമുളക് മുറിച്ചത് 3 എണ്ണം. നാളികേരത്തിൻ്റെ കട്ടി കുറഞ്ഞ 2-ാം പാൽ 1 കപ്പ്. നാളികേരത്തിൻ്റെ കട്ടിയുള്ള 1-ാം പാൽ 1/2 കപ്പ്. ഉപ്പ് ആവശ്യത്തിന്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ നമുക്ക് കടുക് വറുത്ത് മാറ്റി വയ്ക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. പച്ചടി വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിലാണ് കൂടുതൽ രുചി. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകിപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് വഴറ്റുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഈ കടുക് വറുത്തത് നമ്മൾ പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവസാനം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഈ സെയിം പാനിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിട്ട് വഴറ്റുക. ചെറിയ ഉള്ളിക്ക് പകരം സവോള വേണമെങ്കിലും ഇടാം. പക്ഷേ ചെറിയ ഉള്ളിക്കാണ് രുചി കൂടുതൽ. ഉള്ളി ഒന്ന് വാടിയാൽ മാത്രം മതി. ഉള്ളി ഇപ്പോൾ വാടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും പച്ചമാങ്ങയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വഴറ്റുക. മാങ്ങ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിന്നിവിടെ 1 നാളികേരമാണ് ഈ നാളികേരത്തിൻ്റെ പാലെടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ചിരകിയ നാളികേരം ഒരു ബ്ലെൻഡറിലോട്ട് ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ് കട്ടിയുള്ള 1-ാം പാൽ. അതിനുശേഷം ഈ പിഴിഞ്ഞെടുത്ത ചിരകിയ നാളികേരത്തിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ് കട്ടി കുറഞ്ഞ ഈ 2-ാം പാൽ. ഇതിനി മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇതുപോലെ 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കണം.
ഗ്രേവി ഇപ്പോൾ കുറുകി മാങ്ങ വെന്തിട്ടുണ്ട്. മാങ്ങ കുറെ വെന്ത് പോകരുത്. കണ്ടോ, ഇത്രയും വെന്താൽ മതി. മാങ്ങ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. ഇതിലോട്ടിനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചക്കടുകിട്ട് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടിയുള്ള 1-ാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക. കട്ടിയുള്ള 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഗ്രേവി തിളച്ചു പോകരുത്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ടിനി നമ്മൾ ആദ്യം വറുത്ത് വെച്ച കടുകിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ അടിപൊളി വളരെ സിമ്പിളായിട്ടുള്ള നാടൻ മാങ്ങാ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇവിടെ വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി മാങ്ങാ പച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.